ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഈദ് വ്ളോഗാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഷോപ്പിംഗ് വ്ളോഗ് കാണാം കേട്ടോ. എല്ലാം കൂടെ കൂട്ടി മിക്സ് ആക്കിയിട്ടുള്ള കുഞ്ഞു വ്ളോഗാണ്, തട്ടിക്കൂട്ട് വ്ളോഗ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഡ്രസ്സ് എടുക്കാൻ പോയത് കൊച്ചിയിലെ ലുലു മോളിലേക്കാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ അനിയത്തിക്കുള്ള ഡ്രസ്സൊക്കെ നോക്കി. 2 ഡ്രസ്സും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ വൈറ്റ് ഉടുപ്പ് എടുക്കാൻ ഉമ്മ സമ്മതിച്ചില്ല. കാരണം വെസ്റ്റ് സൈഡ് കയറിയിട്ടായിരുന്നു ഞാൻ ആ ഡ്രസ്സ് കണ്ടത്. അപ്പം അതിൻ്റെ റേറ്റ് കണ്ടിട്ട് ഉമ്മ എടുക്കാൻ സമ്മതിച്ചില്ല കേട്ടോ. പക്ഷെ അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് ആ ട്രൗസറൊക്കെ വാങ്ങി അനിയത്തിക്ക്. പിന്നെ എവിടെ പോയാലും ഇവളെ മുഖം ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക, കാരണം ഓളെ എടുത്ത് നടക്കണം. അങ്ങനെ ഞങ്ങൾ കുറേയൊക്കെ അവിടെ കറങ്ങി നടന്ന് ഓട്ടോ കയറി നേരെ പോകുന്നത് സുഡിയോയിലേക്കാണ്. അങ്ങനെ സുഡിയോയിൽ പോയി കുറേ ഷോപ്പിംഗ് ചെയ്തു കേട്ടോ. പിന്നെന്താ, ഈദൊക്കെ കഴിഞ്ഞ് 4-5 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് പോലും. അത്രക്കും മടിയാണ് എനിക്ക്, എന്താ ചെയ്യുക. നിങ്ങളൊക്കെ ഈദ് എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? പിന്നെ അവിടെ പോയപ്പം എനിക്കും അനിയത്തിക്കും ഒക്കെ അങ്ങനെ കുറേ ഡ്രസ്സ് ഞങ്ങൾ എടുത്തിട്ടോ. അവിടെ നല്ല ചെരുപ്പിൻ്റെ കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ചെരുപ്പല്ല എടുത്തത്, ഞാൻ ഷൂസ് എടുത്തത്. പിന്നെ ഈ കുഞ്ഞു ബാഗ് എന്ത് രസമല്ലേ കാണാൻ, അതിന് സിൽവർ കളറും ഉണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ ഷൂസ് നോക്കി. ഈ ഷൂസ് ഞാൻ എടുത്തു. പിന്നെ എന്താ എടുത്തേ അഫ്രോ, ഓർമ്മ ഉണ്ടോ? പിന്നെ ഉമ്മക്ക് ചെരുപ്പ് എടുത്ത്, എനിക്ക് ബാഗ് എടുത്ത്, അഫ്രോന് ബാഗ് എടുത്ത്, ബാഗില്ലല്ലോ. പിന്നെ കുറേ ഡ്രസ്സ് എടുത്തില്ലേ അഫ്രോന്? കുറേ ഡ്രസ്സ് എടുത്ത്. പിന്നെ കയ്യിൽ കൊള്ളാത്തതുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ സഞ്ചി തന്നെ എടുത്ത് ഗൈസ്. പിന്നെ എല്ലാം, പിന്നെ ഒരു വലിയ ഷോപ്പിംഗ് ആണ് നമ്മൾ നടത്തിയത് അല്ലേ. കുറേ ഡ്രസ്സ് എടുത്ത്. പിന്നെ ഷൂ എടുത്തല്ലോ, അപ്പോൾ എന്തായാലും ഷോക്സ് എടുക്കണം. അങ്ങനെ ഞങ്ങളവിടെ ബില്ലിങ് സെക്ഷനിലിരുന്ന് കാവിലിരുന്ന് ബില്ലൊക്കെ അടിച്ചു ഗൈസ്. പിന്നെന്താ, നിങ്ങളൊക്കെ പെരുന്നാൾക്ക് എന്ത് ഡ്രസ്സാണ് എടുത്ത്? എങ്ങനെ ഉണ്ടായിരുന്നു പെരുന്നാൾ? പെട്ടെന്ന് നോമ്പും കഴിഞ്ഞ് പെരുന്നാൾ അങ്ങനെ ഓളെ തന്നെ അണ്ണാച്ചിന്ന് വിളിച്ചത്, എന്താ ചെയ്യുക. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. രാത്രിയൊക്കെ ആയപ്പം സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോയി. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയില്ലേ. ഞങ്ങൾ വാങ്ങുമ്പോൾ മറ്റൊരു മാസത്തേക്കുള്ള സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങാം കേട്ടോ ചെയ്യാം. അങ്ങനെ ഞങ്ങളതൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടി അതിൻ്റെ ഇടയിൽ കൂടെ കളിക്കുന്ന വെച്ചാൽ അവൾക്ക് ഫസ്റ്റ് മുട്ടായും ബിസ്ക്കറ്റൊക്കെ ഫസ്റ്റ് പോയിട്ട് എടുക്കണം. ഞാനാണെങ്കിൽ അതൊക്കെ ലാസ്റ്റാണ് എടുക്കുക. അതിനാണ് കുട്ടി പിണങ്ങി അങ്ങോട്ട് പോകുന്നത്, നിങ്ങൾ കാണുന്നുണ്ടോ? അത് കഴിഞ്ഞ് കുറേ പെരുന്നാൾക്കുള്ള സാധനങ്ങൾ, സോപ്പ് എല്ലാം വാങ്ങി. ഞാൻ തിരിച്ച് വീട്ടിലെത്തിയപ്പം ബിരിയാണി ഉണ്ടായിരുന്നു. ഇത് എത്രാമത്തെ നോമ്പ് എന്ന് ഓർമ്മയില്ല, നോമ്പുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ രാത്രിയായപ്പോൾ ഉമ്മക്ക് ഡ്രസ്സ് കിട്ടിയിട്ടില്ലേനു. രാത്രിയായപ്പം ഉമ്മക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി. അങ്ങനെ ഉമ്മക്ക് ഡ്രസ്സൊക്കെ എടുത്ത് പോയി. പിന്നെ നമ്മൾ മെയിൻ സാധനം ഗ്യാസ് തീരുമെന്ന് പേടിയായിട്ടൊരു ഇൻഡക്ഷൻ കുക്കർ അങ്ങ് വാങ്ങി അല്ലേ. പക്ഷെ ഗ്യാസ് തീർന്നിട്ടുണ്ടായില്ല. ഇല്ല, തീർന്നില്ല. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് അതിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിച്ചു. പിന്നെ വത്തക്ക വെള്ളം, മോമോസ് അങ്ങനെയൊക്കെ കഴിച്ച്. പിന്നെ രാത്രിയായപ്പോൾ ഭയങ്കര ക്രേവിങ്സ്. എന്തിന്? സൈൻ ലബാൻ കഴിക്കാൻ. അങ്ങനെ ഞങ്ങൾ സൈൻ ലബാനിൽ പുതിയ സാധനം, അത് പുതിയ സാധനം മോളെ. ഇത് ഇവൾ കണ്ടിട്ടുണ്ടായില്ല, കാരണം ഇത് നട്ടപ്പാതിരൊക്കെ വാങ്ങിയിട്ടാണ് ഞങ്ങൾ കഴിച്ചത്. രാവിലെ കിട്ടില്ലേ, അതാണിത്. അങ്ങനെ ഇനി നമുക്ക് പെരുന്നാൾ ദിവസം കാണാം. പെരുന്നാളിൻ്റെ അന്ന് രാവിലെ എണീച്ചപ്പോൾ അനിയത്തിൻ്റെ കാലിനൊക്കെ മൈലാഞ്ചി ഇട്ടിട്ട് ഞാൻ ഇൻസുലേഷൻ ടാപ്പ് ഇട്ട് ഒട്ടിച്ച് വെച്ചതായിരുന്നു, കാരണം ബെഡ്ഷീറ്റിലൊന്നും ആവാതിരിക്കാൻ വേണ്ടി. അങ്ങനെ അതൊക്കെ ഊരിക്കൊടുത്തു. നല്ല മൈലാഞ്ചിയായിരുന്നു, കുറേ നല്ലോണം ചോത്തുണ്ടായിരുന്നു അല്ലേ. അങ്ങനെ അതൊക്കെ ചോത്ത്. പിന്നെ ഞാൻ കുറച്ച് എണ്ണ എടുത്ത് കയ്യും കാലൊക്കെ മസാജ് ചെയ്ത് കൊടുത്തു, കാരണം ആ ഷൈനി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ എവിടെയാണ് പോയത്? രാവിലെ തന്നെ വീണ്ടും സൂപ്പർ മാർക്കറ്റിൽ പോയി. കാരണം ഇത് പെരുന്നാൾ തലേന്ന് ഞാൻ പ്രാവശ്യമൊക്കെ മൈലാഞ്ചിട്ട് കൊടുത്തു. അപ്പോൾ തലേന്ന് തന്നെ ഞാൻ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പെരുന്നാളായിരിക്കും, കാരണം 29ാമത്തെ നോമ്പിൻ്റെ അന്ന് പിറ്റേന്ന് പെരുന്നാളായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊടുക്കാനുള്ള അരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ അപ്പോൾ തന്നെ വാങ്ങി വെച്ചു. രാത്രി തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഉമ്മ മറ്റേ ചിക്കൻ എന്തോ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ചോറ്. പിന്നെ പിറ്റേന്ന് പെരുന്നാളാണെന്ന് അറിഞ്ഞപ്പം സമൂസക്കുള്ള മസാലയൊക്കെ ഉണ്ടാക്കി വെച്ച്. അങ്ങനെ രാത്രി ഞാനിരുന്ന് നോക്കുമ്പോൾ അനിയത്തി അപ്പോഴത്തേക്ക് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നേ. ഞാൻ വോയിസ് സംസാരിക്കുമ്പോൾ കുറച്ച് ലാഗ് ഉണ്ട്, കാരണം എന്താ പറയേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഗൈസ്. അപ്പോൾ പെരുന്നാളാണല്ലോ, ഞാൻ വരുമ്പോഴത്തേക്ക് നല്ല ലേറ്റ് ആയിട്ടുണ്ട്, ഒരു 12 മണിയൊക്കെ ആയി. അപ്പോഴത്തേക്ക് അഫ്രോ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ഓക്ക് മെയിലാഞ്ചിയൊക്കെ ഇട്ട് കൊടുത്ത് ഞാനും ഉമ്മയും സമൂസൻ്റെ മസാല ഒക്കെ നിറച്ച് ആ ഷീറ്റ് മടുക്കാൻ തുടങ്ങി. കാരണം നമുക്ക് മസാല ഉണ്ടാക്കാനേ അറിയുള്ളൂ, ഇത് മടുക്കാൻ അറിയത്തില്ല. എന്താ ചെയ്യുക. അങ്ങനെ ഞാൻ ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് ഈ സമയത്ത്. അപ്പോൾ സമൂസൊക്കെ ഇന്ന് തന്നെ മടക്കി വെച്ചാൽ നാളെ പണികൾ എളുപ്പമായിരിക്കുമല്ലോ. അതുകൊണ്ട് ഇന്ന് തന്നെ ഇന്ന് നമ്മൾ സമൂസൊക്കെ ഉണ്ടാക്കി അവിടെ വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേന്ന് ഈദ് മുബാറക്ക് ആയി ഗായ്സ്, രാവിലെ ആയി. അങ്ങനെ അഫ്രു കയ്യിലെ മൈലാഞ്ചി ഉറങ്ങി നിൽക്കുമ്പോഴാണ് കാണുന്നത്. സർപ്രൈസ് ആയിപ്പോയി അഫ്രു അല്ലേ കയ്യിലെ മൈലാഞ്ചി കണ്ടിട്ട്. അങ്ങനെ സുന്ദരിക്കുട്ടീനെ മൈലാഞ്ചി മുഖത്തൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ രാവിലെ ആയപ്പോഴത്തേക്കും ഞാൻ എണീച്ചപ്പോഴത്തേക്കും ഉമ്മ സമൂസൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഭാഗം ഞാൻ ബനാന എഗ് കേക്കാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓളാണ് ഉണ്ടാക്കുന്നത് അല്ലേ, അഫ്രു കുട്ടിയാണ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത് പറഞ്ഞു കൊടുക്കുക. ഇനി റെസിപ്പി പറഞ്ഞുതരാം ഗൈസ്. ആദ്യം 2, 3, 4 എഗ്ഗ്, പിന്നെ ബനാന വേണം, ഇതും പിന്നെ ഷുഗറും ഒക്കെ ഇട്ടിട്ട്. ഇവള് എഗ്ഗ് പൊട്ടിക്കുന്ന കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എനിക്കൊന്നും ഈ പ്രായത്തിൽ മുട്ട പൊട്ടിക്കാനൊന്നും അറിയില്ലായിരുന്നല്ലോ. നിങ്ങൾക്കറിയായിരുന്നോ? പാല് മിൽക്ക് ഒഴിക്കാം, പിന്നെ ബനാന മുറിച്ചിടുക അല്ലേ. അങ്ങനെ അതൊക്കെ മിക്സ് ചെയ്തു. ഇങ്ങനെ അതിലേക്ക് ഒഴിച്ചു. പിന്നെ അടുത്തതായിട്ട് നമ്മൾ കസ്റ്റാർഡാണ് ഉണ്ടാക്കുന്നത്. കാരണം നമ്മൾ ഗ്യാസ് തീരെന്ന് വെച്ചിട്ട് നമ്മളൊരു ഇൻഡക്ഷൻ കുക്കർ വാങ്ങി അവിടെ വെച്ചിട്ടുണ്ടല്ലോ, അതിന് വിഷമാവരുതല്ലോ, അതിന് ഉപയോഗിച്ചിട്ടില്ലാന്ന്. അപ്പം നമ്മൾ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കസ്റ്റാർഡ് മേക്ക് ചെയ്യാണ്. അതിന് വേണ്ടി ഫസ്റ്റ് കുറച്ച് കസ്റ്റാർഡ് എടുക്കുക, അതിൽ മിൽക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെക്കാം. അപ്പം അതിൻ്റെ ഇടയിൽ ഇന്ന് പെരുന്നാളാണ് ഗൈസ്. ഇമ്മ ചെയ്തത് ഞാൻ ഒഴിവാക്കിയ പഴത്തിൻ്റെ തൊലിയൊക്കെ മുറിച്ച് വെക്കുന്നതാണ്. കാരണം എന്താണെന്ന് അറിയോ, ഇവിടുത്തെ ചെടികൾക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് ഞാൻ ആ ചെടികൾ കാണിച്ചു തരാം കേട്ടോ, ഉമ്മ ഇട്ട് കൊടുക്കുന്നത്. അപ്പം ചെടികൾക്കുള്ള ഫുഡാണ് ഉമ്മ അവിടെ മേക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ചിക്കൻ കറി ഉണ്ട് അടുപ്പത്ത്. പിന്നെ ഞാൻ കസ്റ്റാർഡിന് വേണ്ടി അടുപ്പത്ത് പാല് വെച്ചു. അപ്പൊ ഉമ്മന്റെ ചെടികൾ കാണണ്ടേ, കാണിച്ചു കൊടുക്കണ്ടേ? കുറച്ചുണ്ട് കാണിച്ചതാ. അങ്ങനെ നമ്മളെ കസ്റ്റാർഡൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതിലേക്ക് ഷുഗർ എടുത്തിടാം. ഷുഗറിന് മുന്നേ ഷുഗർ അല്ലല്ലോ, കസ്റ്റാർഡ് മിക്സ് ചെയ്ത് പാർന്നിട്ട് കുറച്ച് തിളപ്പിക്കുക. എന്നിട്ട് അത് ഫ്രിഡ്ജ് കൊണ്ടുപോയി വെക്കുക ചൂടണഞ്ഞു കഴിഞ്ഞാൽ. ഇതാണ് പിന്നെ ഇമ്മൻ്റെ സുന്ദരമായ ചെടികൾ. ഇമ്മ ഫുഡ് കൊടുത്തുണ്ടാക്കിയ ചെടികളാണ് ഗൈസ്. കുറച്ചേ ഉള്ളൂ, പക്ഷെ അതിനെ നല്ല രസത്തിലാക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ഈ ചെടികൾ രാവിലെ തന്നെ എണീച്ച് കാണുന്നത്. പിന്നെ തക്കാളി തൈ ഉണ്ട്, തക്കാളി ഉണ്ട്. പിന്നെ ചുമക്ക് കഴിക്കുന്ന മരുന്നിൻ്റെ ചെടിയുണ്ട്, കുറേ റോസ് ചെടികളുണ്ട്. പിന്നെ പെരുന്നാളിനെ കുളിച്ച് മാറ്റാനൊക്കെ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് സെറ്റാക്കി ആദ്യം അഫ്രോനൊക്കെ കുളിപ്പിച്ച് ശരിയാക്കി ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടോ. അങ്ങനെ രാവിലെ സമൂസയും ഞാൻ ഉണ്ടാക്കിയ ബനാന കേക്കും ഒക്കെ ഉണ്ടാക്കി അതെല്ലാം കഴിച്ചു. പിന്നെ വീട്ടിൽ നിന്ന് ഡ്രസ്സാട്ടോ ഇട്ടത്. ഇന്ന് പ്രത്യേകിച്ച് പുറത്തൊന്നും പോയിട്ടില്ല, നേരത്തെ പറഞ്ഞതുപോലെ. പിന്നെ ഇപ്പോഴത്തെ വെയിൽ തീരെ സഹിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ സൺസ്ക്രീനൊക്കെ വീട്ടിൽ നിന്ന് എടുത്തിടാൻ വിചാരിച്ചു. സാധാരണ വീട്ടിലിരിക്കുമ്പോൾ സൺസ്ക്രീനൊന്നും ഇടലില്ല. അങ്ങനെ സൺസ്ക്രീനൊക്കെ ഇട്ട് ചെറിയതായിട്ടൊന്ന് ഒരുങ്ങുകയാണ്. പിന്നെ ഇനിയിപ്പം വീഡിയോയിൽ എന്തൊക്കെ പറയണം, വർത്താനം എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം വീഡിയോ തോന്നുന്നുണ്ട്, എനിക്ക് സംസാരിക്കാനൊന്നുമില്ല. അതാണ് മെയിൻ എൻ്റെ പ്രശ്നം. അപ്പോൾ ഞാൻ കുറച്ച് ടിൻഡഡ് സൺസ്ക്രീൻ ആണെന്ന് എനിക്കറിയില്ല. അത് ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത സൺസ്ക്രീനാട്ടോ. കുരു പോകാൻ വേണ്ടിയിട്ട് ഉള്ള സാധനങ്ങളാണ്. അതൊക്കെ തേച്ചെടുക്കുന്നുണ്ട്. പിന്നെ ലിപ് ബാം തേച്ചെടുക്കുന്നുണ്ട്. പിന്നെ നന്നായിട്ട് ചൂടെടുക്കുന്നുണ്ട് കേട്ടോ. എന്ത് വെയിലാണ് ഇപ്പോൾ, എൻ്റെ അമ്മ നല്ല ചൂടാണ്. അപ്പം ഞാനിതൊക്കെ ഇടുന്നതിൻ്റെ ഇടയിൽ കൂടെ മറ്റേ ആളതാ ലിപ്സ്റ്റിക്കൊക്കെ എടുത്തിടുന്നുണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് അത് ശ്രദ്ധിച്ചിട്ടില്ല, പിന്നെയാണ് അത് കണ്ടത്. പിന്നെ എൻ്റെ വീഡിയോസും വ്ളോഗ്സൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എനിക്ക് എപ്പോഴും ഇങ്ങനെ വീഡിയോസൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ടൈം കിട്ടുന്നില്ല. വീഡിയോസൊക്കെ ഞാൻ എപ്പോഴും എടുക്കലുണ്ട്, പക്ഷെ അത് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർക്ക് കൊടുത്ത് വരുമ്പോഴത്തേക്ക് ഭയങ്കര ടൈം ലാഗാവും. ഇതന്നെ ഞാൻ ഇനി എന്നാണ് പോസ്റ്റ് ചെയ്യാമെന്ന് പോലും എനിക്കറിയില്ല. ചിലപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യൂല. പിന്നെ വീട്ടിൽ വെറുതെ ഇരുന്ന് വേറെന്താ പണി. പെരുന്നാളൊക്കെ അത്ര സിമ്പിളായിട്ടാണ് കേട്ടോ പോകുന്നത്.
ഫസ്റ്റ് ഡേ പെരുന്നാൾ നമ്മളങ്ങനെ ആഘോഷിച്ചിട്ടില്ല എന്ന് വെച്ചാൽ പുറത്തൊന്നും പോയിട്ടില്ല, ഒക്കെ വീട്ടിൽ തന്നെ ഇരുന്നേ. അങ്ങനെ ഞാൻ വീണ്ടും അവിടെ ഇരുന്ന് ബാക്കിയുള്ള സമൂസൊക്കെ തിന്ന് തീർക്കണ്ടേ, നമ്മൾ തന്നെയല്ലേ ഉള്ളൂ വീട്ടിൽ, ഇപ്പം നമ്മൾ തന്നെ തിന്ന് തീർക്കണ്ടേ. അപ്പോൾ അതൊക്കെ തിന്ന് തീർക്കുകയാണ്. പിന്നെ പുറത്തേക്ക് നോക്കി എന്തൊക്കെയോ പറഞ്ഞിരിക്കുന്നുണ്ട്, ഞങ്ങളിങ്ങനെ കഥ പറഞ്ഞ് സംസാരിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊക്കെ പെരുന്നാളിൻ്റെ അന്ന് എന്തൊക്കെ ഫുഡിന് വീട്ടിലുണ്ടാക്കിയത്? പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വർഷത്തെ ആദ്യത്തെ ചക്കയാണ് കേട്ടോ കഴിക്കാൻ പോകുന്നത്. അങ്ങനെ ആ ചക്ക എല്ലാം കഴിച്ച് നല്ല മധുരമുള്ള ചക്കയാണ്. അത് ഏത് ചക്കയാണെന്ന് എൻ്റെ പേര് ചക്ക ഏതാണെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല മധുരമാണ്. പിന്നെ ഈ കുട്ടിക്ക് പെരുന്നാൾ പൈസ കൊടുക്കാൻ വേണ്ടി ഓളെ കൂടെ പോയി ഓടിയപ്പോൾ ഓക്ക് പെരുന്നാൾ പൈസ വേണ്ട, ഓക്ക് വേണ്ടത് 10 രൂപേൻ്റെ നോട്ടാണ്. 100 രൂപ കൊടുത്തപ്പോൾ അവർക്ക് വേണ്ട, എനിക്ക് ലാഭമായല്ലോ. പിന്നെ നമ്മൾ കസ്റ്റാർഡ് ഉണ്ടാക്കി വെച്ചിരുന്നല്ലോ, ഇത് അടിപൊളി സാധനമാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ പെരുന്നാൾ നോമ്പിനും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നോമ്പിൻ്റെ ടൈമിൽ ഒരുപാട് വട്ടം ഉണ്ടാക്കിയൊരു സാധനം കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ട് ഇങ്ങനെ മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ച് സെറ്റാക്കുന്നുണ്ട്. സംഭവം അടിപൊളി സാധനമാണ് കേട്ടോ. ഇതുവരെ കഴിക്കാത്തവരാണെങ്കിൽ ഒന്ന് വീട്ടിലുണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കേ. പിന്നെ പതിവ് പോലെ ഉച്ചക്കായപ്പം ബിരിയാണി ആയിരുന്നു. ബിരിയാണി, ചമ്മന്തി, സാലഡ്, അച്ചാർ, അങ്ങനെ ഒരു ഗംഭീര ഭക്ഷണമായിരുന്നു. അതൊക്കെ കഴിച്ച് പിന്നെ ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ, 2ാം പെരുന്നാളിൻ്റെ ദിവസമാണ്. അന്നാണ് രാത്രി നമ്മൾ പുറത്ത് പോകുന്നത്. അതും വേറെ എങ്ങോട്ടുമല്ല, ലുലു മോളിലോട്ടാണ്. ജസ്റ്റ് ഒന്ന് അവളെ കറക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ്. അങ്ങനെ പോയപ്പോഴാണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു. നമ്മളവിടെ കളിക്കുന്ന സ്ഥലത്തൊക്കെ പോകാമെന്നാണ് വിചാരിച്ചത്. നോക്കുമ്പോൾ ഫുൾ തിരക്ക്, ഒന്നും നല്ലപോലെ കളിക്കാൻ പോലുള്ള ടൈം കിട്ടുന്നില്ല, സ്ഥലം കിട്ടുന്നില്ല. ഈ ഒരു വണ്ടിയിൽ മാത്രമാണ് അവൾക്ക് കളിക്കാൻ പറ്റിയ കേട്ടോ. പിന്നെ എന്നെപ്പോലെ പെരുന്നാൾക്ക് വാങ്ങിയ ഡ്രസ്സ് പെരുന്നാൾക്ക് ഇടാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാൻ മെയിനായിട്ട് എടുത്ത ഡ്രസ്സ് പെരുന്നാൾക്ക് ഇട്ടിട്ടില്ല, ഇതുവരെ ഇട്ടിട്ടില്ല. ഇന്നിപ്പോൾ 26-ാം തീയതി 27-ാം തീയതി എങ്ങാനും ആയി, ഇന്ന് വരെ ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വ്ളോഗൊക്കെ ഇത്രയേ ഉള്ളൂ ഗായ്സ്. ബൈ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.